ഞങ്ങള് ഈ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് ഞങ്ങൾ തിന്നും. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ ഈ മുറിച്ച മീനിന്റെ കഷ്ണങ്ങൾ എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കാൻ പോവാണ്. അപ്പൊ നമുക്കിത് വെയിറ്റ് മെഷീനിൽ വെക്കാം. നമ്മളിത് മസാല തേക്കാൻ പോവാണ് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് മസാല തേക്കാൻ പോവാം. അപ്പൊ ഇതാണ് നമ്മൾ മസാല തേച്ച മീനിന്റെ കഷ്ണം. അപ്പൊ നമുക്കിത് പൊരിക്കാം. എണ്ണ ഒഴിക്കാൻ നല്ല ചൂടായിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവാനില്ല. വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണ കുറേ എണ്ണൊന്നും ഒഴിക്കണ്ടട്ടാ, കുറച്ച്. ഇപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമ്മള് ഈ മീനിന്റെ കഷ്ണങ്ങളാണ് ഇടാൻ പോണത്. അപ്പൊ നമ്മൾ ഇട്ടോണ്ടിരിക്കുകയാണ്. ഒരു പീസിട്ട്, രണ്ടാമത്തെ പീസിട്ട്. എല്ലാ പീസുകളും പല പോലെ ഇട്ടിട്ടാ വരട്ടി വെക്കണം. ആദ്യം കൊള്ളണൊക്കെ ഇടുക, പിന്നെ അടുത്ത കൊള്ളണൊക്കെ ഇടുക. കുറേ പീസ് ഇട്ടാൽ കൊള്ളണത്ര ഇട്ടാൽ മതി. ചട്ടിയിൽ കൊള്ളണത്ര ഇട്ടാൽ മതി. നിങ്ങൾ മലമല പോലെ ഇടാൻ മതി. അപ്പോൾ ചൂടാവില്ല. അപ്പോൾ നമ്മൾ കൊള്ളണത്ര ഇട്ടുണ്ട്. ഇന്നുണ്ട് തോര കഷ്ണങ്ങൾ. കാരണം ഇത് വലിയ പൊയ്യ. കയ്യിലൊക്കെ എണ്ണ പൊട്ടിച്ചെടുക്കാൻ സൂക്ഷിക്കണം.